കോൺഗ്രസ് സർക്കാരിന്റെ വഞ്ചനയുടെ വാർത്തയാണ് നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത്. ബംഗളൂരുവിൽ യലഹങ്കയിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കിയിട്ട മനുഷ്യരെ കോൺഗ്രസ് വീണ്ടും വഞ്ചിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് ഇന്നലെ രാത്രി വൈകി നമ്മുടെ മുൻപിലേക്ക് എത്തിയ വാർത്ത. സൗജന്യ വീടുകളില്ല എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആ മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നത്. 5 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വീട് പണിത് നൽകാം എന്നാണ് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കർണാടക സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. 5 ലക്ഷം രൂപ പോലും ആ മനുഷ്യർ ആ സർക്കാരിലേക്ക് അടക്കണമെന്ന്. 5 ലക്ഷം രൂപ അടയ്ക്കാൻ ഉള്ള പ്രാപ്തി ഉണ്ടായിരുന്നെങ്കിൽ, അതിനുള്ള ആവത് അതുങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരു ടാർപ്പാളിനടിച്ച് ആ പ്രദേശത്ത് ആ മനുഷ്യർ പോയി താമസിക്കില്ലായിരുന്നല്ലോ എന്ന് തിരിച്ചറിയാനുള്ള മനുഷ്യത്വം പോലും ഇല്ലാതെ പോയ ഒരു സർക്കാർ സംവിധാനമാണല്ലോ, ഒരു സർക്കാരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമാണല്ലോ ആ നാട് ഭരിക്കുന്നത് എന്നോർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുകയാണ്. അവർക്ക് എന്താണ് ഇപ്പോൾ ഏറ്റവും പ്രധാനം? അവർക്കിപ്പോൾ എ റഹീമിന്റെ ഭാഷയെ പരിഹസിക്കലാണത്രേ കോൺഗ്രസ്സുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ശരിയാണ്, റഹീമിന്റെ ഭാഷ മുറിഞ്ഞു പോയിരുന്നു, റഹീമിന്റെ വാചകങ്ങൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ മനുഷ്യർ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാൻ അയാൾക്ക് തടസ്സമായിരുന്നില്ല. ആ മനുഷ്യരെ ആശ്വസിപ്പിക്കാനും അയാൾക്ക് തടസ്സമായിരുന്നില്ല. അവിടെ ഭാഷയല്ല, അവിടെ മനുഷ്യത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്ത് ഏത് നാട്ടിലാണെങ്കിലും ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാൻ ഭാഷയൊന്നും അറിയണമെന്നില്ലെന്നേ, അവരുടെ കണ്ണിലേക്ക് നോക്കിയാൽ മതി. അത് ഹൃദയം കൊണ്ട് നോക്കണമെന്ന് മാത്രം. അതെ, ഹൃദയം വേണം. അതാണ് മറ്റുള്ളവർക്കില്ലാതായത്. ഇപ്പോൾ ഭാഷയെക്കുറിച്ച് കുറ്റം പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ഓക്സ്ഫോർഡിലും ഹാർവാർഡിലും ഒക്കെ പഠിച്ച് വലിയ വിദ്യാഭ്യാസം നേടിയ ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ടല്ലോ. ഒരു വരി പോലും ട്വിറ്ററിലെങ്കിലും എഴുതിയിട്ടോ ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട്? വലിയ വിദ്യാഭ്യാസം നേടിയ ആളുകളാണല്ലോ രാഹുൽ ഗാന്ധി. ഒരു വരി ട്വിറ്ററിൽ പറഞ്ഞോ ആ മനുഷ്യർക്ക് വേണ്ടിയിട്ട്? ഒരു വാചകം അറിയാവുന്ന ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിച്ചോ? ഇല്ലല്ലോ. പ്രിയങ്ക ഗാന്ധി എവിടെ പോയി? മിണ്ടിയോ ഒരക്ഷരം? ഇനി അതൊക്കെ പോട്ടെ, വിശ്വപൗരൻ ശശി തരൂർ ഉണ്ടല്ലോ, വലിയ ഭാഷാജ്ഞാനിയാണല്ലോ, കടിച്ചാൽ പൊട്ടാത്ത വാചകങ്ങൾ എഴുതിക്കൊണ്ട് മനുഷ്യരെ ഞെട്ടിക്കുന്ന ആളാണല്ലോ. ഒരു വാചകം പോലും പറഞ്ഞോ ആ തെരുവിലേക്ക് ഇറക്കി വിട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട്? ആ സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ ചായ വിരുന്നിൽ പങ്കെടുക്കുകയായിരുന്നു, പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയുകയായിരുന്നു, നല്ല ഇംഗ്ലീഷിൽ RSSനെ പുകഴ്ത്തി പറയുകയായിരുന്നു. ആ നിങ്ങളാണ് റഹീമിന്റെ ഭാഷയെ പരിഹസിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. പണ്ട് മഹാനായ AKG പാർലമെന്റിൽ സംസാരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെ മുറിഞ്ഞുപോയി. അപ്പോൾ അവിടുത്തെ ഇന്നത്തെ പോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ, സഭയിലെ കോൺഗ്രസ് അംഗങ്ങൾ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന്റെ വാചകങ്ങൾ മുറിഞ്ഞു പോകുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ മനുഷ്യൻ മുന്നോട്ട് വച്ച ആശയം എൻ്റെ ഹൃദയത്തെ കൊത്തിവലിക്കുന്നുവെന്നാണ്. ആ ആശയം എന്ന് പറയുന്നത് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള വാചകങ്ങളായിരുന്നുവെന്നാണ്. അങ്ങനെ പറഞ്ഞ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരാണ് ഇന്ന് റഹീമിനെ അധിക്ഷേപിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നാട് തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ പൊള്ളത്തരം എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടി വരുന്നു. നമുക്ക് ഈ വാർത്തയുടെ വിവരങ്ങളിലേക്ക് കൂടി പോകാം. 5 ലക്ഷം രൂപ കൊടുത്താൽ നിങ്ങൾക്ക് വീട് തരും. എത്ര മനോഹരമായ പുനരധിവാസം അല്ലേ? ഇതാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. കേരളത്തെക്കാൾ മികച്ച പുനരധിവാസം കർണാടക സർക്കാർ ഒരുക്കുമെന്ന്. ഒരല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ആ വാചകം തിരുത്തി പറയണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജിബിൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ജിബിൻ, ഏറ്റവും സങ്കടം നിറഞ്ഞ കാര്യമാണ്, 5 ലക്ഷം രൂപ കൊടുക്കണമത്രേ വീട് കിട്ടണമെങ്കിൽ. ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യരെ തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് ഇന്ന് പറയുകയാണ് 5 ലക്ഷം തന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് പുനരധിവാസം ഒരുക്കാമെന്ന്. മനുഷ്യത്വം ഒരല്പം പോലും ഇല്ലല്ലോ ജിബിൻ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനും അവിടുത്തെ മന്ത്രിമാർക്കും ഒന്നും. തീർച്ചയായും തന്നെ മനു, ഈ പ്രഖ്യാപനങ്ങൾക്കപ്പുറം ആദ്യമേ സൗജന്യ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള സൂചനകളൊക്കെ തന്നെ കൊടുത്ത ശേഷം ഒരു ജനതയെ മുഴുവനായി വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടുന്ന ഒരു കാര്യം. ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ ഇത്തരത്തിൽ ഈ യലഹങ്കയിൽ ഇത്തരത്തിൽ ഈ ബുൾഡോസർ രാജ് നടന്നതിന് പിന്നാലെ കേരളമാണ് ആദ്യമായി പ്രതികരിക്കുകയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തുകയും അത് ഒരു വലിയ ദേശീയ വാർത്തയായി മാറുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു സാധാരണ വാർത്തയായി മറ്റു മാധ്യമങ്ങളിലൊന്നും തന്നെ വരാതെ പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടാകുമായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഇത്തരത്തിൽ AICCയുടെ ഒക്കെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായാണ് വീടുകൾ നൽകാമെന്നുള്ളൊരു നിലയിലേക്ക് ഇത്തരത്തിൽ ഈ കർണാടക കോൺഗ്രസ് സർക്കാർ എത്തിയത്. എന്നാൽ എത്തിയപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ നൽകുന്ന വീടുകളിൽ തന്നെ 5 ലക്ഷം രൂപ ഈ നിർധനരായ ഈ തെരുവിലേക്ക് ഇറങ്ങപ്പെട്ട ആളുകൾ. ജിബിൻ, ഞാൻ അതാണ് ചോദിക്കുന്നത്. 5 ലക്ഷം രൂപ എടുക്കാനുള്ള ആവതുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യർ ഈ ഒറ്റമുറി ടർപ്പാലിൽ വലിച്ചു കെട്ടിയ വീട്ടിൽ പോയി താമസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഏത് കണ്ണുകൊണ്ടാണ് ഇവർ മനുഷ്യരെ അളക്കുന്നത്? ഏത് കണ്ണുകൊണ്ടാണ് ഇവർ മനുഷ്യരുടെ ദുരിതത്തെ മനസ്സിലാക്കുന്നത്? ഇവർ ഈ വലിയ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുന്നവർ മാത്രമാണോ ഇവരെ സംബന്ധിച്ച് അവരുടെ അവരുടെ ജനങ്ങളായിട്ട് അവർ കണക്കാക്കിയിരിക്കുന്നത്?
തീർച്ചയായും തന്നെ മനു, ഈ ഇത്തരത്തിൽ ഏകദേശം 350ഓളം കുടുംബങ്ങളാണ് അവിടെ ഇത്തരത്തിൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഈ കർണാടക സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾ കൊണ്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു പോയത്. ഈ കുടുംബാംഗങ്ങളോടാണ് അവരുടെ രേഖകളും അതോടൊപ്പം തന്നെ അവർക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 5 ലക്ഷം രൂപ സർക്കാരിലേക്ക് നിങ്ങൾ അടയ്ക്കണം. ഈ ഏകദേശം ഒരു 11,20,000 രൂപയാണ് ഒരു വീടിൻ്റെ വിലയായി അവിടുത്തെ കർണാടക സർക്കാർ ഇപ്പോൾ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നത്. ഇതിൽ 5 ലക്ഷം രൂപ ഈ കുടുംബങ്ങൾ നൽകിയാൽ മാത്രമേ അവർക്ക് വീട് നൽകൂ എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. തങ്ങൾ സൗജന്യമായി ഒന്നും നൽകില്ല എന്നുള്ളൊരു കാര്യം അവർ പറയുന്നു. ഈ അവിടുത്തെ സർക്കാർ വരുത്തി വെച്ച ഒരു വിലയ്ക്ക് ഇത്തരത്തിൽ ഈ കുടുംബങ്ങൾ തന്നെ വീണ്ടും അതിന് വില നൽകേണ്ടി വരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും പറയുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ ഈ ഒരു ബുൾഡോസർ രാജ് ഇത്തരത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിൽ വീടുകൾ ഇടിച്ചു നിരത്തുന്നു, അതോടൊപ്പം തന്നെ പള്ളികളും മിനാരങ്ങളും ഒക്കെ തന്നെ ഇടിച്ചു നിരത്തുന്ന ഒരു കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് സമാനമായ രീതിയിൽ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് ഒരു വീടുകൾ അടക്കം ഇടിച്ചു നിരത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യം. ആ കുടുംബങ്ങളൊക്കെ തന്നെ രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ വീടും അതോടൊപ്പം തന്നെ അവരുടെ വസ്തുക്കളും ഒക്കെ തന്നെ ഇടിച്ചു നിരത്തിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അവർ കണ്ടത്. എന്നാൽ അതിനുശേഷം ഏകദേശം 3000ഓളം ആളുകൾ അവിടെ ഇത്തരത്തിൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവർക്ക് വീടുകളില്ല, നിൽക്കാൻ സ്ഥലമില്ല, സാഹചര്യങ്ങളില്ല, ഒന്നും ഇല്ലാത്ത ഒരു നിലയിലേക്ക് അവർ കഷ്ടപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വഞ്ചനാപരമായ ഒരു നിലപാട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. 5 ലക്ഷം രൂപ ഇത്തരത്തിൽ ഈ നിർധനരായ ആളുകൾ നൽകണമെന്ന് പറയുമ്പോൾ അത് ഏത് നിലയിലാണ് അവർ ഇത്തരത്തിൽ കാണുന്നത്, ഈ മനുഷ്യരെയൊക്കെ തന്നെ ഏത് നിലയിലാണ് ഈ കർണാടക സർക്കാർ കാണുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അതുതന്നെ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിൽ ഇന്നലെ നടത്തിയ ഒരു മീറ്റിങ്ങിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനം വന്നത് എന്നുള്ളതും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കർണാടക സർക്കാരിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കേരളത്തിലടക്കം വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നേതാക്കളുടെ ഭാഷകളെയും അതോടൊപ്പം തന്നെ അവരുടെ ഭാഷകളെയും ഒക്കെ തന്നെ വിലയിരുത്തുന്നവർ മനുഷ്യൻ്റെ ഭാഷയെ, അവരുടെ വികാരത്തിൻ്റെ ഭാഷയെ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. അവിടുത്തെ ആ പാവപ്പെട്ട ജനങ്ങളുടെ വികാരങ്ങളെയും അവരുടെ ഭാഷയെയും അവരുടെ വേദനയുടെ ഭാഷയെയും ഒക്കെ തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. നിലവിലെ സാഹചര്യത്തിൽ ഏതായാലും കർണാടക സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നടപടിയെ ഒരു തരത്തിലും നീതീകരിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഏകദേശം 11,20,000 രൂപ ഒരു വീടിന് നിശ്ചയിച്ച ശേഷം അതിൽ 5 ലക്ഷം രൂപ ഈ നിർധനരായ ഈ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ നൽകണമെന്ന് പറയുമ്പോൾ അതിലെ വിരോധാഭാസം തന്നെയാണ് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. ഏതായാലും നിലവിലെ ഏതായാലും അതാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ മനുഷ്യരോട് ചെയ്യുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കർണാടക സർക്കാരിന് നേരെ ഇന്ന് നാട്ടിലെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടിയുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിഷയം ഇങ്ങനെയെങ്കിലും ആയത് അത് കേരള മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ CPIM-ൻ്റെയും ഇടപെടൽ കൊണ്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇല്ലെങ്കിൽ ഇതാരും അറിയാതെ ഒതുങ്ങിപ്പോകുമായിരുന്നു. കേരള മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നതോടുകൂടിയാണ് അത് ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. അതിന് അവരുടെ മറുപടി എന്തായിരുന്നു? പിണറായി വിജയന് കർണാടകയിൽ എന്താണ് കാര്യമെന്നാണ് കർണാടക മുഖ്യമന്ത്രിയും കർണാടക ഉപമുഖ്യമന്ത്രിയും ചോദിച്ചത്. പിണറായി വിജയന് കർണാടകയിൽ കാര്യമുണ്ട്. കാരണം അവിടെ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ്. സാധാരണക്കാരായ മനുഷ്യരെ കേൾക്കുന്ന കരുതുന്ന ഏതൊരു മനുഷ്യനും യലഹങ്കയിൽ കാര്യമുണ്ട് എന്നാണ് നമുക്ക് കർണാടക ഭരണകൂടത്തോട് അതിന് മറുപടി പറയാനുള്ളത്. എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പണ്ട് ഉത്തർപ്രദേശിൽ എന്തോ സംഭവിച്ചപ്പോൾ രാഹുൽ ഗാന്ധി ആ വിഷയത്തിൽ ചോദിച്ചപ്പോൾ യോഗി ആദിത്യനാഥ് ചോദിച്ചൊരു മറുചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധിക്ക് എന്താണ് ഉത്തർപ്രദേശിൽ കാര്യമെന്ന്. അതേ സംഘ നിലപാട് ഇന്നിപ്പോഴിതാ കർണാടകവും ആവർത്തിക്കുകയാണ്. അവർ പിണറായി വിജയനോട് ചോദിക്കുന്നു, നിങ്ങൾക്കെന്താണ് കർണാടകത്തിൽ കാര്യമെന്ന്. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയാണെന്നേ അവിടുത്തെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരോടൊപ്പം നിൽക്കുക എന്നതാണെന്നേ ഹൃദയമുള്ള മനുഷ്യത്വമുള്ള ഏതൊരാളുടെയും ഏറ്റവും വലിയ കർത്തവ്യം, ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതൊരു ഭരണാധികാരി എന്ന നിലയിൽ പിണറായി വിജയൻ നിർവഹിച്ചു എന്നതാണ് അതിന് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണല്ലോ ഇന്ന് ഈ വിഷയം രാജ്യമെമ്പാടും ടേക്കപ്പ് ചെയ്യുകയും അതിൽ തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും ആ മനുഷ്യരെ വഞ്ചിക്കാൻ കോൺഗ്രസ് വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്.